ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമജലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഈ വേദിക്ക് മുന്നിൽ ഉപവിഷ്ടരായി എന്നെ ശ്രവിക്കുന്ന, ഇത് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ആത്മമിത്രങ്ങൾക്കും വിനീതമായ നമസ്കാരം. നവമാധ്യമങ്ങളുടെ ചിറകിലേറി അകലങ്ങളിലിരുന്ന് ദേശത്തോ വിദേശത്തോ ഒക്കെ ഇരുന്ന് ഇതാരെങ്കിലും കുറേ ആളുകളൊക്കെ കാണുമെന്നുറപ്പാണ്. അങ്ങനെയുള്ളവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന വിഷയത്തിൽ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ശിവഗിരി തീർത്ഥാടന സ്മാരക പവിലിയനിൽ വച്ച് ഗുരുനാരായണ സേവാനികേതൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ നടക്കുകയുണ്ടായി. ആ സെമിനാറിൽ വിഷയാവതരണം നടത്തി സാമാന്യം ദീർഘമായ ഒരു പ്രഭാഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ഈ ഉള്ളവനായിരുന്നു സി എ ശിവരാമൻ. ന്യൂഡൽഹിക്കായിരുന്നു. അവിടെ നടത്തിയ ആ ദീർഘമായ പ്രഭാഷണത്തിൻ്റെ വീഡിയോഗ്രാഫിനെ ആധാരമാക്കി മൊത്തം ഈ വിഷയത്തെ, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, വിപ്ലവവും പ്രതിവിപ്ലവവും എന്ന ഈ വിഷയത്തെ 5 ഭാഗങ്ങളായി തിരിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ ഇതിനോടകം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. കേരളത്തെ ഒരു മാതൃകയാക്കി ഉയർത്തിയത്, നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചത് ഇവിടെ രൂപപ്പെട്ട വിദ്യാഭ്യാസ വിപ്ലവം മൂലമാണെന്ന് സംശയാതീതമായി ഏവരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. വിശാലമായ ഇന്ത്യ മഹാരാജ്യത്ത് എന്തുകൊണ്ട് കൊച്ചു കേരളത്തിൽ മാത്രം ഇത് സാധ്യമായി എന്നത് ചിന്തനീയമായ ഒരു വിഷയമാണ്. അതല്പം സങ്കീർണമായ ഒരു വിഷയം കൂടിയാണ്. കാരണം അത് 3 നൂറ്റാണ്ടുകളെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ്. വിദ്യാഭ്യാസ വിപ്ലവത്തിന് കരുവായതായി കരുതുന്ന, അവകാശപ്പെടുന്ന ഘടകങ്ങളെ ഒന്നൊന്നായി തുറന്ന മനസ്സോടെ പരിശോധിച്ചാൽ മാത്രമേ ഈ കാര്യം വെളിവാകൂ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരും. അതിന് പലരും ഒരുക്കമല്ല. ജാതിയുടെ നിഴലാട്ടം, ജാതി ചിന്തയുടെ നിഴലാട്ടം, ജാതി വ്യവസ്ഥയുടെ നിഴലാട്ടം അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു വസ്തുത. നിർണായകമായ ഒരു ഉപലബ്ധി സംഭവിക്കുമ്പോൾ അതിൻ്റെ പൈതൃകം അവകാശപ്പെടാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പല ശക്തികളും മുന്നിലെത്തും. അത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെയും കേരള നവോത്ഥാനത്തിൻ്റെയും ക്രെഡിറ്റ് എടുക്കുവാൻ പലരും മുന്നിലുണ്ട്. അത്ഭുതമൊന്നും വേണ്ട. അത്തരക്കാർക്ക് സത്യം വെളിപ്പെടണമെന്നോ ഇതിനെ ഗവേഷണ ബുദ്ധിയോടെ ഈ വിഷയത്തെ കാണണമെന്നോ അത് പഠിക്കണമെന്നോ എന്നുള്ള താല്പര്യമില്ല. അവർക്ക് ക്രെഡിറ്റ് കിട്ടിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണത്തിന്, എന്തുകൊണ്ട് കേരളം മാത്രം ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ കടന്നുപോയി, കേരളത്തിൽ മാത്രം നവോത്ഥാനത്തിൻ്റെ പാതയിലേക്ക് എന്തുകൊണ്ട് കേരളം മാത്രം പ്രവേശിച്ചു, ഇന്ത്യയിൽ, വിശാലമായ ഇന്ത്യയിലെ മറ്റൊരു പ്രോവിൻസിനും അതിന് കഴിഞ്ഞില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെളിപ്പെടുന്ന പഠനത്തിലേക്ക് മുതിരാൻ പലർക്കും താല്പര്യമില്ല. തൽഫലമായി വിദ്യാഭ്യാസ വിപ്ലവമാണ് കേരളത്തെ മാതൃകയാക്കിയതെന്ന് ഏറ്റു പറയുന്നവർ പോലും എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ വിപ്ലവം നടന്നു, മറ്റെങ്ങും നടന്നില്ല എന്ന വിഷയത്തെ അവർ ബോധപൂർവം വിഗണിക്കുന്നതായാണ് കാണുന്നത്. പ്ലാനിംഗ് കമ്മീഷനിലെ ഉൾപ്പെടെയുള്ള
ചില വിദഗ്ധരോട് ഞാൻ ഈ വിഷയം ഉന്നയിച്ച് എന്തുകൊണ്ട് ഇതിൽ കൂടുതൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെളിപ്പെടുന്ന പഠനങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവരെല്ലാം വലിയ താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി സാമ്പത്തിക ശാസ്ത്രത്തിലെ കുറേ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വാചാടോപം നടത്തിക്കൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഇവിടെയും ഞാൻ പറയുന്നു, ജാതി പിശാചിൻ്റെ മിന്നലാട്ടമാണ് കാണുന്നത്. സ്ഥാപിത താല്പര്യക്കാരായ ജാതി തിമിരം ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തി കളഞ്ഞവർ അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നില്ല. അവർക്കതിൽ താല്പര്യമില്ല. വരേണ്യവർഗ മേൽക്കോയ്മയുടെ പഴകിയ തഴമ്പിൽ ഇപ്പോഴും ഇടയ്ക്കിടെ തടവി രസിക്കുന്നവർ, തങ്ങളുടെ വാമനപാദത്തിന് കീഴിൽ പഞ്ചമനെ കെട്ടിയിടുവാൻ കൊതിക്കുന്നവർ അത്തരമൊരു വിശകലനം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ പ്രജാവത്സരായ രാജാക്കന്മാരുടെ സൽഭരണത്തിനു മേൽ കഴിഞ്ഞ ഭാഗത്ത്, രണ്ടാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച പ്രജാവത്സരായ രാജാക്കന്മാരുടെ സൽഭരണത്തിനു മേൽ ഇതിനുള്ള ക്രെഡിറ്റ് അത്രയും കെട്ടിവയ്ക്കാൻ തത്രപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വരേണ്യവർഗ മേൽക്കോയ്മയുടെ തഴമ്പിൽ അവരിപ്പോഴും ഇടയ്ക്കിടെ തടവിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ വാമനപാദത്തിന് കീഴിൽ പഞ്ചമനെ എന്നും കെട്ടിയിടണം, അതിന് മാറ്റമൊന്നും വരരുതെന്ന് അവർ കൊതിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചൊരു വിശകലനമൊന്നും ആവശ്യമില്ല. കേരള നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചമൻ വാമനപാദത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു എന്നാണ്. അതവർക്ക് താല്പര്യമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് 51 ശേഷം മാത്രം അധികാരത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മേൽ ഈ രംഗത്തേക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നത് അവരെ. ഈ വിചാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഗർഹണീയമാണ് ഈ ഇരട്ടത്താപ്പ്. ആ ഇരട്ടത്താപ്പ് കണ്ട് മനം നൊന്നിട്ടാണ് ഈ വിഷയം ഒരു സമഗ്രമായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ ഈ ഉള്ളവൻ ഉറച്ചത്. പ്രജാവത്സരരും ദീർഘവീക്ഷണമുള്ളവരുമായ രാജാക്കന്മാരുടെ സൽഭരണമാണ് കേരള മോഡലിന് ആധാരമെന്ന വാദം അടിസ്ഥാനമില്ലാത്തതാണെന്ന് കാണിച്ച് പിച്ചിച്ചീന്തി നാം ഗട്ടറിലെറിഞ്ഞു കഴിഞ്ഞു. വലതുപക്ഷ ഭരണം പൊടിപൊടിച്ച മധ്യപ്രദേശിൻ്റെയും ഇടതുപക്ഷം ഭരണം തകർത്തു വാരിയ വെസ്റ്റ് ബംഗാളിൻ്റെയും ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് 51 മുന്നേ എടുത്തുകൊണ്ടും 51 മുന്നേ കേരളത്തിൻ്റെ സാക്ഷരതാ നില 3 ഇരട്ടിയായിരുന്നുവെന്ന് സത്യം വെളിപ്പെടുത്തിക്കൊണ്ടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഹിച്ചതായി അവകാശപ്പെടുന്ന പങ്കിനെയും നാം എഴുതി തള്ളിക്കളഞ്ഞു. പിന്നെ എന്തായിരുന്നു ഇതിൻ്റെ ആധാരം? കേരള മോഡലിൻ്റെ ആധാരം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ഭാഗത്ത് നമ്മൾ അതേക്കുറിച്ചുള്ള വിശദമായൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയം എന്താണെന്ന് ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു സൂചന തരാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആഹ്വാനങ്ങളും വിദ്യാഭ്യാസത്തെ മുൻനിർത്തി ഗുരു ആവിഷ്കരിച്ച സമഗ്രവും വിശാലവുമായ, ബൃഹത്തും സമഗ്രവും വിശാലവുമായ കർമ്മ പദ്ധതികളും ഈ രംഗത്ത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നടത്തിയ യത്നങ്ങളും ക്രിസ്തീയ മിഷനുകളുടെ പ്രവർത്തനങ്ങളുമാണ് നിർണായകമായതെന്ന് ഈ പഠനം അസന്നിഗ്ധമായി തെളിയിക്കും. അതായത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആഹ്വാനം വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, അത് പറയുക മാത്രമല്ല, വിദ്യാഭ്യാസത്തെ മുൻനിർത്തി ഗുരു വളരെ ബൃഹത്തും സമഗ്രവുമായ ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് 40 വർഷം കൊണ്ട് അവിടെ പടിപടിയായി അതിവിടെ നടപ്പാക്കി തൻ്റെ ലോകോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് ഈ രംഗത്ത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ SNDP യോഗവും സാധുജന പരിപാലന സംഘവും പോലുള്ള SNDPയുടെ ചുവട് പിടിച്ച് ഇവിടെ ആരംഭിച്ച ധാരാളം സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ യത്നങ്ങളെല്ലാം സ്വരൂപിച്ചപ്പോൾ അതിനു മുമ്പേ 18-ാം നൂറ്റാണ്ടിൻ്റെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് മുതലേ ക്രിസ്ത്യൻ മിഷനുകൾ ഇവിടെ സക്രിയമായി വിദ്യാഭ്യാസ രംഗത്ത് അവരും നിർണായകമായ പങ്കിതിൽ വഹിച്ചിട്ടുണ്ട് എന്ന് ഈ പഠനം അസന്നിഗ്ധമായി തെളിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആയിരുന്നില്ല ഇതിന് കരുവായത് മറ്റ് പലതുമാണെന്ന് നാം തെളിയിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളെ തന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞത്, ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞത്, SNDP യോഗവും സാധുജന പരിപാലന യോഗവും പോലുള്ള സംഘവും പോലുള്ള സാമൂഹ്യ പരിവർത്തന സംഘങ്ങളുടെ പ്രവർത്തനത്തെ കണ്ടെത്തുമെന്ന് പറഞ്ഞത്,
അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തീയ മിഷനുകളുടെ അടിസ്ഥാന പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ നാം അടിവരയിടേണ്ടി വരുമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷനുകളാണ്, സംശയമൊന്നും വേണ്ട. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന പടം ഫാദർ കുര്യാക്കോസ് ഏലിയാസിൻ്റേതാണ്. ചവറയച്ചൻ എന്ന് സ്നേഹപൂർവ്വം പരാമർശിച്ചു പോരുന്ന ഫാദർ കുര്യാക്കോസ് ഏലിയാസ് ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയി. ക്രിസ്തീയ സഭ കേരളത്തിൽ സക്രിയമായതിനു ശേഷം ധാരാളം ആരാധനാലയങ്ങൾ സ്ഥാപിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അവരൊരു പരിപാടിയായി ഏറ്റെടുത്തത് ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം, ആരാധനാലയങ്ങളോടൊപ്പം ഒരു പള്ളിക്കൂടം കൂടി സ്ഥാപിക്കണമെന്ന് നിഷ്കർഷയോടുകൂടി മുന്നോട്ട് പോയി. 100 കണക്കിന് പള്ളിക്കൂടങ്ങൾ ഇവിടെ സ്ഥാപിച്ചു. അതിന് മുൻകൈയെടുത്ത വ്യക്തിത്വമാണ് ചവറയച്ചൻ. അങ്ങനെ 100 കണക്കിന് സ്കൂളുകൾ ഇവിടെ സ്ഥാപിച്ച് അവരുടെ പ്രധാന ലക്ഷ്യം, ക്രിസ്ത്യൻ മിഷനുകളുടെ പ്രധാന ലക്ഷ്യം ചരിത്രപരമായി പാരമ്പര്യമായി ഇവിടെ വിദ്യ നിഷേധിച്ചിരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ജനവിഭാഗം അവർണാദികൾ. അവരായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. പള്ളിക്കൂടം സ്ഥാപിച്ചുകൊണ്ട് അവർക്ക് വിദ്യ പ്രദാനം ചെയ്ത് അവർക്കെല്ലാ നന്മകളും ഉണ്ടാകാനുള്ള വഴി തുറന്നു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം ക്രിസ്തീയ മിഷനുകൾക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവർക്ക് കിട്ടാത്ത കനിയായി മാറ്റി നിർത്തിയിരുന്ന ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജിയതെന്ന് പറഞ്ഞ് തള്ളിയിട്ടിരുന്ന ഒരു പ്രശ്നം ഏറ്റെടുത്ത് അവർക്ക് വിദ്യ നൽകി, വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നുള്ള സിസ്റ്റം അനുസരിച്ച് അവർക്ക് വിദ്യ നൽകിക്കൊണ്ട് അവരെ അഭിവൃദ്ധിയുടെ മാർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഉള്ള ഒരു ശ്രമം ക്രിസ്ത്യൻ മിഷനുകളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ നിരാകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ ഇവിടുത്തെ അവശത അനുഭവിക്കുന്ന അധസ്ഥിതരെന്ന് മുദ്രയടിച്ച് അടിമകളാക്കി ദീർഘകാലം വച്ചിരുന്ന ഒരു ജനസമൂഹത്തെ ഉദ്ധരിച്ച് അവരെ ക്രിസ്തീയ സഭയിലേക്ക് ആകർഷിച്ച് ക്രിസ്തീയ സഭയുടെ എണ്ണം വർദ്ധിപ്പിച്ച് അനുയായികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള സാമുദായികമായ മതപരമായ ഒരു ലക്ഷ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ക്രിസ്തീയ സഭ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനവർക്കൊരു മാർക്ക് കൊടുത്തേ പറ്റൂ. പക്ഷേ ഈ ക്രിസ്ത്യൻ സ്കൂളുകൾ പ്രതിസന്ധിയിലായി. എങ്ങനെ പ്രതിസന്ധിയിലായി? 2-3 തരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു ക്രിസ്ത്യൻ മിഷനുകൾക്ക്. ഒന്ന് സ്കൂൾ നടത്തുന്നതിന് ആര് തുനിഞ്ഞാലും അതിന് സർക്കാരിൻ്റെ പെർമിഷൻ വേണം. അതിന് അനുമതിക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ ക്രിസ്ത്യൻ മിഷനുകൾ ഇവിടുത്തെ ആളുകളെ മൊത്തത്തിൽ മതപരിവർത്തനം നടത്തി ഹിന്ദുക്കളെ, അതായത് ഹിന്ദുക്കളുടെ താഴ്ന്ന ജാതിക്കാരാക്കി വച്ചിരിക്കുന്നവരെ ആകർഷിച്ച് മതത്തിൽ ക്രിസ്തീയ സഭയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നു എന്ന് ബോധ്യപ്പെട്ട സവർണ ഹിന്ദു ഭരണകൂടം അതിനെ എങ്ങനെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്കൂൾ നടത്താൻ അനുമതിക്ക് വേണ്ടി അപ്ലൈ ചെയ്താൽ ആ അനുമതി നൽകാതിരിക്കുക, വച്ച് താമസിപ്പിക്കുക, ആവുന്നത്ര താമസിപ്പിക്കുക, എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് അതിനെ തടസ്സപ്പെടുത്താൻ പറ്റുമെങ്കിൽ തടസ്സപ്പെടുത്തുക. ഇത് വരുമ്പോൾ അവർ പിന്നെ ക്രിസ്തീയ സഭ അതിനെ മറികടന്നത് എങ്ങനെയാണ്? വിദേശികളായ പാതിരിമാരെ ആവിഷ്കരിച്ച് ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്നുള്ള ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മദ്രാസിലുള്ള ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ അടുത്ത് പലപ്പോഴും പാതിരിമാർ പരാതിപ്പെടും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇവിടുത്തെ ഭരണകൂടം. അത് വരുമ്പോൾ റെസിഡൻ്റ് ഇടപെടും. റെസിഡൻ്റ് ഇടപെട്ടിടത്തെല്ലാം കണ്ണുമടച്ച് രാജഭരണം ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായി മാറും. അത്തരം ധാരാളം സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ചരിത്രത്തിലുണ്ടത്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കോട്ടയത്ത് സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി അനുമതിക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാതിരുന്നപ്പോൾ ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ അടുത്ത് പരാതിപ്പെടുകയും റെസിഡൻ്റ് അതിൽ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ
പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമുണ്ടായി. സ്കൂളിന് അനുമതി നൽകണമെന്ന് മാത്രമല്ല, അതിനാവശ്യമായ സ്ഥലം പതിച്ചു നൽകണമെന്നും പറ്റുമെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തക്കതായ ഒരു സംഭാവന ആ നല്ല കാര്യത്തിന് നൽകണമെന്നും ഉപദേശിച്ചനുസരിച്ച് അനുമതി മാത്രമല്ല, കോട്ടയത്ത് CMS കോളേജ് ഇരിക്കുന്ന ആ പ്രദേശം മുഴുവൻ പതിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ അറിവനുസരിച്ച് 10,000-ത്തിലധികം വരുന്ന രൂപയുടെ ഒരു ഡൊണേഷൻ കൂടി രാജഭരണം ക്രിസ്തീയ സഭയ്ക്ക് അന്ന് നൽകി. അന്നത്തെ 10,000 രൂപ ഇന്ന് എത്ര കോടിയാണെന്ന് കണക്ക് കൂട്ടിക്കൊള്ളുക. അങ്ങനെയാണ് അവർ സ്കൂളുകൾ സ്ഥാപിച്ചത്. പ്രതിസന്ധിയെ തരണം ചെയ്തതും ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ തരണം ചെയ്ത് 100 കണക്കിന് സ്കൂളുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടും ഒത്തിരി വർഷങ്ങൾ ഒരേ മനസ്സോടുകൂടി അവർ പ്രവർത്തിച്ചിട്ടും ഒരു പള്ളിക്കൂടത്തിന് ഒരു ആരാധനാലയത്തിന് ഒരു പള്ളിക്കൂടം എന്നുള്ള അവരുടെ പരിപാടി ഉദ്ദേശിച്ച വിജയം കൈവരിച്ചില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നതിയിൽ കാര്യമായ ഒരു മാറ്റവും വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഈ വിഷയം പഠിച്ച ശാസ്ത്രകാരന്മാരെല്ലാം ഒരുപോലെ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷനുകളുടെ പ്രവർത്തനം സാധാരണക്കാരന് വിദ്യാഭ്യാസം എത്തിക്കുക, വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്കൂളുകൾ സ്ഥാപിച്ചു. സ്കൂളുകൾ ഇന്ത്യക്ക് പുതിയതാണെന്ന്. നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല വിദ്യാഭ്യാസമാണ്. ഗുരുകുല വിദ്യാഭ്യാസം അനുസരിച്ച് ഒരു ഗുരുവിൻ്റെ കീഴിലെ കുറച്ച് പേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പ്രത്യേക സിലബസും കാര്യമൊന്നും ഉള്ളതല്ല. അങ്ങനെയുള്ള സമ്പ്രദായത്തിൽ ഒരു സമൂഹത്തെ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷരരാക്കുന്ന ഒരു പദ്ധതി ഗുരുകുല വിദ്യാഭ്യാസം കൊണ്ട് നടപ്പാക്കി വിജയിപ്പിക്കാൻ പറ്റത്തില്ല. ആ സ്ഥലത്തേക്ക് കടന്നു നിന്ന് യൂറോപ്പിലൊക്കെ അന്ന് നടപടിയിലായ സ്കൂൾ സമ്പ്രദായം, ആയിരക്കണക്കിന് കുട്ടികളുള്ള സ്കൂളുകൾ, അവിടെ സാറന്മാർ പോയി പഠിപ്പിക്കുന്ന സംവിധാനം, അത് ആദ്യമായി കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷനുകളാണ് ഇന്ത്യയിൽ. നമുക്കത് പുതിയ കാര്യമായിരുന്നു. ക്രിസ്ത്യൻ മിഷനുകളെ കണ്ടിട്ട് ഇവിടുത്തെ രാജഭരണം പിന്നീട് ആ മോഡലിൽ സ്കൂളുകൾ ആരംഭിച്ചു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഈ സ്കൂളുകൾ ഇവിടെ ആദ്യമായി സ്ഥാപിക്കുന്നത് ക്രിസ്ത്യൻ മിഷനുകളാണ്. അത് നടത്തിക്കൊണ്ടു പോകാൻ അവർക്ക് നിവൃത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരവർണ്ണക്കുട്ടിയെ, അവരുടെ പ്രധാന ലക്ഷ്യം വിദ്യയെ സാർവത്രികമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യ നിഷേധിക്കപ്പെട്ടവർക്ക്, ചരിത്രപരമായി ജാതീയമായി നിഷേധിക്കപ്പെട്ടവർക്ക് അത് നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക. ഒരവർണ്ണക്കുട്ടിയെ ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കൊടുത്താൽ അവിടെ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സവർണർ, അന്ന് പഠിക്കാൻ അനുമതിയുള്ളത് സവർണരേ ഉള്ളൂ, പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം സവർണരാണ്. ആ സവർണ കുട്ടികളെല്ലാം ഈ അവർണ കുട്ടികളുടെ സാന്നിധ്യം, അയിത്തം കൊണ്ട് സ്കൂളിൽ വരാതാകും, ബോയ്ക്കോട്ട് ചെയ്യും. അത് തന്നെയല്ല, പഠിപ്പുള്ളവർക്കേ അന്ന് അധ്യാപകരാകാൻ പറ്റൂ. അന്നത്തെ അധ്യാപകർ പ്രധാനമായും സവർണരാണ്, അവർക്കേ പഠിപ്പുള്ളൂ. ആ സവർണ അധ്യാപകരും അവർണക്കുട്ടിയെ ക്രിസ്തീയ മിഷൻ സ്കൂളിൽ ഒരു കുട്ടിയെ എടുത്താൽ മതി, സാറന്മാരും വരത്തില്ല. അങ്ങനെ സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥ ജാതിയുടെ കരാളഹസ്തത്തിൽപ്പെട്ട് ക്രിസ്തീയ സഭ സ്ഥാപിച്ച 100 കണക്കിന് സ്കൂളുകൾ പ്രതിസന്ധിയിലായി. തിരുവല്ലയിലും മറ്റും ചരിത്രത്തിലുണ്ടത്. തിരുവല്ലയിൽ ഒരു സ്കൂള് ഒരു അവർണക്കുട്ടിയെ അഡ്മിഷൻ കൊടുത്തു എന്നുള്ള കുറ്റത്തിന് 2 തവണ തീയിട്ട് നശിപ്പിച്ചത് ചരിത്രത്തിലുണ്ട്. ചേർത്തലയിലും ചെങ്ങന്നൂരും മറ്റും സ്ഥാപിച്ച പല സ്കൂളുകളും കുട്ടികളില്ലാത്തത് കൊണ്ട്, പര്യാപ്തമായ എണ്ണത്തിൽ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് നിർത്തിപ്പോകേണ്ട ഗതികേട് ക്രിസ്ത്യൻ മിഷന് വന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ. ഇതിൽ ഒരു പ്രതിസന്ധി ഞാൻ പറഞ്ഞു, പെർമിഷൻ കൊടുക്കാതെ വച്ച് താമസിപ്പിക്കുക, അവിടെ റെസിഡൻ്റ് ഇടപെട്ടും അല്ലാതെയൊക്കെ അത് എവിടെയെങ്കിലുമൊക്കെ സാധിച്ചെടുക്കുക, ബുദ്ധിമുട്ടാക്കി. മറ്റൊരു പ്രതിസന്ധി, അവർണക്കുട്ടിയെ എടുത്താൽ സവർണക്കുട്ടികളും സാറന്മാരും സ്കൂള് ബോയ്ക്കോട്ട് ചെയ്യുന്ന പ്രതിസന്ധി. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അവർണരെ മാത്രം വെച്ച്, അവർണക്കുട്ടികളെ മാത്രം വെച്ച് എന്നാൽ ഒരു സ്കൂളങ്ങ് നടത്തിക്കളയാമെന്ന് ക്രിസ്ത്യൻ മിഷനുകൾ ചിന്തിച്ചാൽ അത് നടക്കില്ല. കാരണം ആവശ്യത്തിന് അവർണക്കുട്ടികൾ പഠിക്കാൻ വരത്തില്ല. അവർ വിശ്വസിക്കുന്നത് ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജ്യ എന്നുള്ള വിധിയൊക്കെ വരുന്നത് ദൈവനിശ്ചയം കൊണ്ടാണ്. അന്നൊരു നിയമം ഇവിടെയുണ്ട്, കർമ്മഫലം കൊണ്ട്
നിങ്ങൾ പാപയോനിയിൽ വന്ന് പിറന്നവരാണെന്നും കർമ്മഫലം കൊണ്ട് പാപയോനിയിൽ വന്ന് പിറക്കാൻ ഇടയായവരാണെന്നും അത് ദൈവവിധിയാണെന്നും ആ ദൈവവിധിയെ മാറ്റിയെടുക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് വിദ്യ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇവിടെ പറഞ്ഞു വരുത്തി. ഇതിനെ ഞാനൊരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്, കർമ്മഫല പാപയോനി ദൈവവിധി തിയറി. കർമ്മഫല പാപയോനി ദൈവവിധി തിയറി. ഈ തിയറി ഇവിടുത്തെ സവർണ ഭരണപക്ഷം അത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു അവർണ ജനതയ്ക്കിടയിൽ. നിങ്ങൾക്ക് പഠിക്കാൻ അവകാശമില്ല, നിങ്ങൾക്ക് മറ്റ് പല അവകാശങ്ങളുമില്ല. ഈ അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ കർമ്മസിദ്ധാന്തപ്രകാരം കർമ്മഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നിങ്ങൾ കർമ്മഫലമനുസരിച്ച് നിങ്ങൾ പാപയോനിയിൽ വന്ന് പിറക്കാൻ ഇടയായവരാണ്. അങ്ങനെ പാപയോനിയിൽ വന്ന് പിറക്കുന്നവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് ദൈവവിധിയാണ്. അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ 7 ജന്മമെങ്കിലും വേണ്ടി വരും. അത്ര എളുപ്പമൊന്നുമല്ല, നടക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ സഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഏറ്റവും വലിയ ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനമില്ലാത്ത ഈ കഥ, കർമ്മഫല പാപയോനി ദൈവവിധി തിയറി, ഇവിടുത്തെ അവർണരിൽ, ഇവിടുത്തെ ഇരകളിൽ 90% വിശ്വസിച്ചിരുന്നു അത് ദൈവവിധിയാണെന്ന്. ദൈവവിധിക്ക് വിരുദ്ധമായി സ്കൂളിൽ അഡ്മിഷന് പോകുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും ദൈവകോപം വരുത്തി വയ്ക്കുമെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ 1200 വർഷത്തോളം ഇവിടുത്തെ യാഥാസ്ഥിതിക ഹിന്ദു വിഭാഗത്തിൻ്റെ മേൽക്കോയ്മ, വരേണ്യവർഗ മേൽക്കോയ്മ ഒരു പോറൽ മേൽക്കാതെ നിലനിർത്താൻ ഈ കർമ്മഫല പാപയോനി ദൈവവിധി തിയറിക്ക് കഴിഞ്ഞു. അപ്പോൾ ആ തിയറി ഉള്ളിടത്തോളം കാലം, അത് ദൈവവിധിയാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം അവർണര് അവരുടെ കുട്ടികളെ സ്കൂളിൽ അയക്കില്ല. ദൈവവിധിക്ക് വിപരീതമായി പെരുമാറുന്നത് ദൈവകോപം വരുത്തി വയ്ക്കുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് അവർ കുട്ടികളെ സ്കൂളിൽ അയക്കില്ല. അങ്ങനെ വന്നപ്പോൾ സ്കൂളുകളിൽ ആവശ്യമായ അവർണ കുട്ടികളെ കിട്ടുകില്ലെന്ന് വന്നു. അങ്ങനെ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുവാൻ ക്രിസ്ത്യൻ മിഷനുകൾക്ക് കഴിയാതെ വന്നു. പ്രതിസന്ധിയിലായി. ഈ പ്രതിസന്ധിയിൽ നിന്നും, ഈ അവസ്ഥയിൽ നിന്നും ക്രിസ്ത്യൻ സ്കൂളുകൾ മാത്രമല്ല, SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിലും മറ്റു പലരുടെയും നേതൃത്വത്തിലും ഇവിടെ അന്ന് സ്ഥാപിച്ചു തുടങ്ങിയിരുന്ന സ്കൂളുകളുടെ എല്ലാം പ്രവർത്തനത്തെ സഹായകരമായ രീതിയിൽ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടായത് ചരിത്രകാരന്മാർ ഈ വിഷയം, സാമൂഹ്യ ശാസ്ത്രജ്ഞരും മറ്റുള്ളവരും ഇത് വിശദമായി പഠിച്ചവർ എത്തിച്ചേരുന്ന ഒരു തലമുണ്ട്. ആ തലത്തെക്കുറിച്ച് പറയാം. ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടാക്കിയത് സാമുദായിക സംഘടനകളായ SNDP യോഗത്തിൻ്റെയും സാധുജന പരിപാലന സംഘത്തിൻ്റെയും മറ്റും പ്രവർത്തന ഫലമാകുന്നു എന്ന് പ്രൊഫസർമാരായ മാത്യു, തരകൻ PKM തുടങ്ങിയവരെല്ലാം സ്വതന്ത്രമായി പഠിച്ച് പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് ക്രിസ്തീയ സ്കൂളുകൾക്ക് വന്നു ഭവിച്ച ഈ പ്രതിസന്ധി ദീർഘകാലം പ്രവർത്തിച്ചിട്ടും, ഏകമനസ്സോടെ പ്രവർത്തിച്ചിട്ടും കേരളത്തിൻ്റെ സാക്ഷരതാ നിലവാരത്തിൽ ഗണ്യമായ ഒരു മാറ്റവും വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ക്രിസ്ത്യൻ മിഷനുകൾക്ക് എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം, അതിനൊരു പരിഹാരമുണ്ടായത്, ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടാക്കിയ സാമുദായിക സംഘടനകളായ SNDP യോഗത്തിൻ്റെയും സാധുജന പരിപാലനം പോലുള്ള പരിവർത്തന പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായാണെന്ന് ഈ വിഷയം പഠിച്ച പലരും അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കാണുന്നത്. വിദ്യാഭ്യാസ ഉന്നതിയിൽ, വിദ്യാഭ്യാസ വിപ്ലവത്തിൽ ഗുരുവിൻ്റെ ദീർഘവീക്ഷണം നമുക്ക് വേണ്ടുവോളം കാണാൻ കഴിയും. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ നയം എന്തായിരുന്നുവെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു പ്രസ്താവമുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കണം. ഗുരു പറയുകയാണ്, വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കണം. മനുഷ്യൻ്റെ സകല അഭിവൃദ്ധിയും വിദ്യയെ ആശ്രയിച്ചിരിക്കുന്നു. ആധ്യാത്മികമായ അഭിവൃദ്ധി തന്നെ ശരിയായ വിദ്യാഭ്യാസമില്ലാതെ സിദ്ധിക്കുന്നതല്ല. ലൗകികമായ എല്ലാ വിഷയത്തിലും മനുഷ്യരെ ഉയർത്തുന്നത് വിദ്യാഭ്യാസമാകുന്നു. വിദ്യാഹീനർക്ക് ശരിയായ സ്വാതന്ത്ര്യബോധം ഉണ്ടാവാൻ ഇടയില്ല, ഉത്കർഷേഷി ഉണ്ടാകുവാൻ ഇടയില്ല. അതുകൊണ്ട് വിദ്യ പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിത്തത്തിനായി എല്ലാ സഹായങ്ങളും ചെയ്യുകയും വേണം. ഇതാണ് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ നയം. ഇതാണ് ഗുരുവിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണം.
SNDP യോഗത്തിന് ഇവിടെ ഗുരു വിദ്യാഭ്യാസം സംബന്ധിച്ച് പറഞ്ഞതും ചെയ്തതും കർമ്മപഥത്തിലെത്തി ചെയ്തു തീർത്തതുമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ സമയം അനുവദിക്കില്ല. ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. SNDP യോഗം, ഗുരുവിൻ്റെ ആഹ്വാനമനുസരിച്ച് SNDP യോഗം ധർമ്മപ്രചാരകരെ വീടാന്തരം അയച്ച് വിദ്യാഭ്യാസത്തിൻ്റെ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുടെയും ഗുണഫലങ്ങളെക്കുറിച്ചും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നൊക്കെ അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ധർമ്മപ്രചാരകരെ വീടാന്തരം അയക്കുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. ആ പദ്ധതിയുടെ ഫലമായി വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് ഗുരു നൽകിയ നിർദ്ദേശം, ധർമ്മപ്രചാരകർക്ക് നൽകിയ നിർദ്ദേശം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. വിദ്യാഭ്യാസം ഇതിൻ്റെ അസാമാന്യമായ ഗുണത്തെയും ഇതിൻ്റെ അഭാവത്തിൽ ഉള്ള ദോഷത്തെയും പ്രതിപാദിക്കുകയും ഈഴവ സ്ത്രീ പുരുഷന്മാരിൽ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്തവർ മേലാൽ ഉണ്ടായിരിക്കരുതെന്ന് അത്ര അഭിമാനവും അഭിരുചിയും തോന്നത്തക്ക വണ്ണം അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സമുദായം വകയായോ മറ്റോ പള്ളിക്കൂടങ്ങൾ, വായനശാലകൾ മുതലായവയെ ഏർപ്പെടുത്തുകയും മറ്റും ചെയ്യുന്നതിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഗുരു ഉപദേശിക്കുകയാണ്. ഈ ഉപദേശം, അതായത് വിദ്യാഭ്യാസത്തിന് ഗുരു നൽകുന്ന പ്രാധാന്യം എത്രയെന്ന് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വീടാന്തരം ധർമ്മപ്രചാരകരെ ഇറക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളും വിദ്യ ഇല്ലാത്തതിൻ്റെ ദോഷങ്ങളും എല്ലാം പറഞ്ഞ് അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ഇല്ലാത്ത ഒരാൾ പോലും സമുദായത്തിൽ ഉണ്ടാവരുതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ടിടത്തെല്ലാം വിദ്യാഭ്യാസ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് സ്കൂളുകളും വായനശാലകളും സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഗുരു നിർദ്ദേശിക്കുകയാണ്. ഈ കാലയളവിലെ ഗുരു ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുമെന്ന് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, ഗുരു കർമ്മപഥത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ബഹുജന സമ്മർദ്ദം ഇവിടെ മറ്റു തരത്തിലും വികസിച്ചു കൊണ്ടിരുന്നു. 1891 അതുവരെയുള്ള നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഭരണവർഗത്തിൻ്റെ മുന്നിൽ തിരുവായ്ക്ക് എതിർവാക്കില്ല എന്നുള്ള രീതിയാണ് നാം അനുവർത്തിച്ചു വരുന്നത്. ആ സ്ഥാനത്ത് 1891 ജനങ്ങളുടെ അവശതകൾ, ജനങ്ങളുടെ കംപ്ലൈൻറ്റുകൾ ഭരണകൂടത്തിന് എഴുതി സമർപ്പിക്കുന്ന ആദ്യത്തെ ഒരു സന്ദർഭം, വളരെ അപൂർവമായ ആദ്യത്തെ ഒരു സന്ദർഭമാണ് 1891 മലയാളി മെമ്മോറിയൽ ഒരു തടിച്ച മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ്. അങ്ങനെ അവകാശങ്ങളും അവശതകളും ഭരണകൂടത്തോട് എഴുതി സമർപ്പിച്ച് പറയുന്ന ഒരു സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചു 1890. 10,000-കണക്കിന് ആളുകൾ, 10,000-ലധികം ആളുകൾ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ച് ആ മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗൃഹസ്ഥ ശിഷ്യരിൽ പ്രമുഖരായ ഡോക്ടർ പി പൽപ്പു. ഡോക്ടർ പി പൽപ്പുവിൻ്റെ പ്രവർത്തന ഫലമായി 1896 മറ്റൊരു ഒരു മെമ്മോറാണ്ടം ഭരണകൂടത്തിന് സമർപ്പിക്കുന്നു, ഈഴവ മെമ്മോറിയൽ എന്നുള്ള പേരിൽ. ചരിത്രത്തിൽ ഈഴവ മെമ്മോറിയൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇത് 1896 ഇതൊരു ആധികാരികമായ രേഖയായിരുന്നു. ഈഴവരാതി പിന്നോക്കക്കാരുടെ ബുദ്ധിമുട്ടുകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ട്, അതിൻ്റെ അസാംഗത്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, അതിന് പരിഹാരമായി ചെയ്യേണ്ട കാര്യങ്ങളെയെല്ലാം അക്കമിട്ട് വിവരിച്ചുകൊണ്ട് 13,000-ലധികം ആളുകൾ ഒപ്പുവെച്ച ഒരു രേഖയാണ് സർക്കാരിന് സമർപ്പിച്ചത്. അന്ന് ഡോക്ടർ പൽപ്പു എന്ന ഒറ്റയാൾപ്പെട്ടാണ്. ഡോക്ടർ പൽപ്പു അവിടെയും നിർത്തിയില്ല. മഹാരാജ ദിവാനെ കണ്ട് സംസാരിച്ചു, ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു. പല ഒത്താശകളും ചെയ്തു കൊടുക്കാമെന്ന്, പലതും ചെയ്തു തരാമെന്ന് തലകുലയ്ക്ക് സമ്മതിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല, അവഗണിച്ചു. മഹാരാജാവിനെ നേരിൽ കണ്ടു, അവഗണിച്ചു. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, പലതും ചെയ്യാമെന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. അവസാനം ഡോക്ടർ പൽപ്പു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ മേധാവിയായ കർസൻ പ്രഭുവിനെ തന്നെ കണ്ടു. അദ്ദേഹത്തോടും പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം. ഈഴവാദികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി.
അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി, അസമത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി. അവരെല്ലാവരും ഇത് കേട്ടിട്ട് കർസൻ പ്രഭു പറഞ്ഞു, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, തദ്ദേശത്തിലെ ലോക്കൽ ഭരണ അഡ്മിനിസ്ട്രേഷനിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. അത് നേരത്തെ പറയേണ്ടതായിരുന്നു, ഇപ്പോൾ അത് പറയുകയാണ്. ഇവിടെ മലബാർ വരെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു. ആ സ്ഥാനത്ത് തിരുവിതാംകൂറും കൊച്ചിയും രാജഭരണത്തിൽ തന്നെ തുടരുകയാണ്. ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ നിലനിൽക്കുമ്പോഴും അങ്ങനെ ആക്കി വെച്ചു. അത് രാജഭരണവും ഇവിടുത്തെ രാജകുടുംബവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ്, അതായത് ബ്രിട്ടീഷുകാർക്ക് നിശ്ചിത തുക കപ്പം കൊടുത്തുകൊണ്ട് ഈ കിരീടം തലയിൽ വെച്ച് രാജാവായി വാഴാനുള്ള അധികാരം ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർക്ക് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഈ കിരീടം തലയിലിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ എല്ലാം മേലാളന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ, ഇവിടുത്തെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് അല്ലെങ്കിൽ വൈസ്രോയി എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്താൽ അതിനെ ഇവിടുത്തെ രാജഭരണത്തിന് അവഗണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷനുകൾ സ്ഥാപിച്ച സ്കൂളുകൾക്ക് അനുമതി കൊടുക്കാനൊക്കെ താമസിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ റെസിഡൻ്റ് ഇടപെട്ടു എന്നറിഞ്ഞാൽ ഉടനെ അത് ചെയ്തു കൊടുക്കും, കണ്ണും പൂട്ടി ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ ഈഴവ മെമ്മോറിയൽ ഇങ്ങനെ കൊടുത്തു, രാജഭരണത്തിന് കൊടുത്തിട്ട് വളരെ നികൃഷ്ടമായ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അതിനുണ്ടായത്. സഹായകരമായിരുന്നില്ല. അതുകൊണ്ടൊന്നും മനസ്സിലിടറാതെ കാലിടറാതെ ഡോക്ടർ പൽപ്പു മുന്നോട്ട് പോയി. ബഹുജന സമ്മർദ്ദം അങ്ങനെ പതുക്കെ മലയാളി മെമ്മോറിയലിലൂടെയും ഈഴവ മെമ്മോറിയലിലൂടെയും ബഹുജന സമ്മർദ്ദം, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ബഹുജന സമ്മർദ്ദം പതുക്കെ ഇവിടെ രൂപപ്പെടുകയായിരുന്നു. പൽപ്പു പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ തിരുവിതാംകോട്ടെ ഈഴവർ എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതി ഉണ്ടാക്കി. അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഇറക്കി. അത് ബ്രിട്ടീഷുകാർക്കും അതുപോലെയുള്ള ആളുകൾക്കെല്ലാം നൽകി. കൂടാതെ മദ്രാസിൽ നിന്നും മറ്റും അന്ന് പുറപ്പെടുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം ധാരാളം ലേഖനങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എഴുതി. ഇതൊരു ചർച്ചാ വിഷയമാക്കി. കാരണം ഈ കാര്യം ഇവിടുത്തെ ഭരണാധികാരികളോട് എത്ര കണ്ട് ബോധിപ്പിച്ചാലും അവരത് സ്വീകരിക്കില്ലെന്നും അവരതിന് നിരുപാധികം തള്ളുകയുള്ളൂ എന്നും പൽപ്പുവിന് ബോധ്യപ്പെട്ടെങ്കിലും മനസ്സ് ഇടിഞ്ഞില്ല പൽപ്പുവിൻ്റെ. പൽപ്പു മുന്നോട്ട് പോയി ഇത് ബ്രിട്ടീഷുകാരെ, ഇവിടുത്തെ പരമാധികാരം കൈവശം വെച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാരെ ഇത് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജന സമ്മർദ്ദം, ബഹുജന സമ്മർദ്ദത്തെ പൽപ്പു ഊട്ടി വളർത്തുകയായിരുന്നു. ഒരു സന്ദർഭം എത്തിയപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തിരുവിതാംകോട്ടെ ഈഴവരുടെ ദുസ്ഥിതിയെക്കുറിച്ച് പ്രമേയം അവതരിപ്പിക്കുന്നിടം വരെ പൽപ്പു എത്തി. ബാരിസ്റ്റർ GP പിള്ളയെ പൽപ്പു മുൻകൈയെടുത്ത് അങ്ങോട്ട് അയക്കുകയാണ്. GP പിള്ള പോകുമ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയിൽ നിന്നും രണ്ട് ബ്രിട്ടീഷ് MPമാർക്കുള്ള കത്തും റെക്കമെൻഡേഷൻ കത്തും കൂടെ വാങ്ങിക്കൊടുത്താണ് വിടുന്നത്. അവിടെ കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ബ്രിട്ടീഷ് MP തിരുവിതാംകോട്ടെ ഈഴവരുടെ അവശതകളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ. അവിടം വരെ ഈ സമ്മർദ്ദം പൽപ്പു കൊണ്ടുപോയി. അങ്ങനെ അവിടെ പ്രമേയം അവതരിപ്പിച്ചു. അവിടെയും ഈ പ്രശ്നം വന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നിലപാടുണ്ട്, ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇടപെടാൻ പാടില്ല. ഇവിടെ പ്രിൻസിലി സ്റ്റേറ്റായിട്ട് രാജാവ് കപ്പം കൊടുത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണ കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ കൈകടത്താൻ പാടില്ല എന്നൊരു തീരുമാനം അവർക്കുണ്ട്. അത് പറഞ്ഞെങ്കിലും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളെ ഈ വിവരം ധരിപ്പിക്കാം, ഇതിന് വേണ്ടത് ചെയ്യാൻ അവരോട് പറയാം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അങ്ങനെ ബ്രിട്ടീഷുകാരിതിൽ കൂടുതൽ അവെയറായി. അവിടം വരെ ഈ ബഹുജന സമ്മർദ്ദത്തെ പൽപ്പു ഒരൊറ്റയാൻ പട്ടാളമായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി. ഒരു മഹാരഥനായിരുന്നു ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിലായിരുന്നു ഈ കാലത്ത്. അതിൻ്റെ ഫലമായി 1903
ഇതാ ഈ കരുവപ്പുറത്ത് കാണുന്ന ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് നടന്ന യോഗത്തിൽ സാമൂഹ്യ സംഘടനകളുടെ വെള്ളി നക്ഷത്രമായി അന്നും ഇന്നും പരിലസിക്കുന്ന SNDP യോഗം സ്ഥാപിതമായി ഗുരുവിൻ്റെ സ്ഥിരാധ്യക്ഷ പദവിയിൽ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കപ്പെടുകയാണ്. കേരള നവോത്ഥാനത്തിന്, കേരളം മാതൃകയാകുന്നതിന് വമ്പിച്ച പങ്ക് നൽകിയ ഒരു പ്രസ്ഥാനമായി ഇതിനെ വളർത്തി. ഇതിൻ്റെ മോഡലിൽ ധാരാളം സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങൾ, അയ്യങ്കാളിയുടെ സ്വാധീന പരിപാലന സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുടെ രൂപപ്പെടുന്നത് SNDP യോഗത്തിൻ്റെ ചുവട് പിടിച്ചാണ്. ഗുരുവിൻ്റെ വിദ്യാഭ്യാസ സങ്കല്പത്തെ എത്ര രൂഢമൂലമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1925 മഹാത്മാഗാന്ധി ഗുരുവിനെ ശിവഗിരിയിലെത്തി സന്ദർശിക്കുന്നുണ്ട്. വളരെ പ്രസിദ്ധമാണിത്. അവിടെ വെച്ച് മഹാത്മാഗാന്ധി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, അധകൃത വർഗക്കാരുടെ അവശതകളെ തീർക്കുവാൻ അയിത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം ചെയ്യണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമി എടുത്ത വായിലെ മറുപടി പറഞ്ഞു, അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. നന്നാകുവാനുള്ള സൗകര്യം മറ്റുള്ളവരെ പോലെ അവർക്കും കിട്ടണം. സമത്വം വേണം, സ്വാതന്ത്ര്യം വേണം, നന്നാകാനുള്ള വഴി വേണം. അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നാണ് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കണം. അതായത് വിദ്യാഭ്യാസമാണ് ഇതിലേറ്റവും രൂഢമൂലമായ അടിസ്ഥാന വസ്തുതയെന്ന് ഗുരുദേവൻ അന്നേ അറിയാമായിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്, ഒരു വലിയ തത്വം പറയുന്നുണ്ട്, ധനം വിദ്യയാകും, വിദ്യ പൊതുസേവനമാകും. ഇതെപ്പോൾ പറഞ്ഞതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഡിഗ്രിക്ക് പഠിക്കുന്ന സഹോദരൻ അയ്യപ്പന് ആ പഠനം പൂർത്തിയാക്കുവാൻ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് സാധിക്കാതെ വന്നപ്പോൾ തനിക്ക് SNDP യോഗത്തിൽ നിന്ന് കിട്ടാനുള്ള 100 രൂപ സഹോദരൻ അയ്യപ്പന് കൊടുത്തേക്കണമെന്ന് കുമാരനാശാന് നിർദ്ദേശിക്കുന്നുണ്ട് ഗുരു. പഠനം പൂർത്തിയാക്കാൻ വേണ്ടി അന്ന് 100 രൂപ ഒരു വലിയ തുകയാണ്. അന്ന് ആ സന്ദർഭത്തിൽ ഗുരുദേവൻ പറയുന്നതാണ്, ധനം വിദ്യയാകും, ഈ മുടക്കുന്ന കാശ് വേസ്റ്റൊന്നും ആകത്തില്ല, ഇത് വിദ്യയാകും, പഠിക്കാനാണ് കൊടുക്കുന്നത്. വിദ്യ പൊതുസേവനമാകും, രാജ്യത്തിന് ഗുണകരമായ പൊതുസേവനം ചെയ്യുന്ന തലത്തിലേക്ക് വിദ്യ നേടിയ ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? കുമാരനാശാനെയും സഹോദരൻ അയ്യപ്പനെയും പോലുള്ള ഉത്ബുദ്ധമതികളെ വളർത്തിയെടുത്ത് ഗുരുദേവൻ ഈ കേരളത്തിന് സംഭാവന ചെയ്തപ്പോഴാണ് കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ ഇത്ര വേഗം കുതിച്ചത്. ധനം വിദ്യയായി, വിദ്യ പൊതുസേവനമാകുകയും ചെയ്തു. ഗോൾഡൻ എക്സാമ്പിളുകളാണ് കുമാരനാശാൻ്റെയും സഹോദരൻ അയ്യപ്പൻ്റെയും ഉയർച്ച. അവർ ചെയ്ത സാമൂഹ്യ സേവനങ്ങൾ സമാനതകളില്ലാത്തതാണെന്ന് നാം മനസ്സിലാക്കണം. മറ്റൊരു സന്ദർഭത്തിൽ ഗുരുദേവൻ പറഞ്ഞു, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം, പണം പിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് ഉത്സാഹിക്കേണ്ടത്, ജനങ്ങൾക്ക് വിദ്യ കൊടുക്കുവാൻ ശ്രമിക്കണം, അതുതന്നെയാണ് അവരെ നന്നാക്കുവാനുള്ള മരുന്ന് എന്ന് ഗുരുദേവൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒപ്പം അത് വായിക്കണം. ഇത് ഗുരുവിൻ്റെ ഒരു പ്രധാന നിർദ്ദേശമാണ്. ഇതിനെ പലതരത്തിലും ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്, മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരന്തരം തൽപരകക്ഷികൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഗുരു പറയുകയാണ് ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. എപ്പോഴാണ് പറഞ്ഞത്? 1917 എൻ്റെ ഓർമ്മ. പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണമെന്ന് പറയണം. ഇത് വെച്ചിട്ട് തൽപരകക്ഷികൾ, സ്വാർത്ഥ താല്പര്യ പ്രേരിതമായി പ്രത്യേക അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവർ ഇതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് അവർ പറയുന്നത് എന്താണ്? ഗുരുവിനൊരു ഒരു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഗുരുവിന് ക്ഷേത്രത്തോടും സഗുണോപാസനയോടും വിഗ്രഹാരാധനയോടൊക്കെയുള്ള താല്പര്യമെല്ലാം പൂർണ്ണമായി നശിച്ചു. അത് ഇതുവരെ ചെയ്തെല്ലാം തെറ്റിപ്പോയി എന്ന് തോന്നി. ധാരാളം ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളുമൊക്കെ രചിച്ച ഗുരുവിന് അതെല്ലാം തെറ്റാണെന്ന് തോന്നിയിട്ട് പറയുകയാണ്, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കേണ്ട, വിട്ടേരെ. പ്രധാന വിദ്യാലയം ദേവാലയം വിദ്യാലയമായിരിക്കണം, ഇനി പള്ളിക്കൂടം മതി, ഇത് അമ്പലം വേണ്ട എന്ന് പറഞ്ഞുവെന്നും അത് ഗുരുവിന് ക്ഷേത്രാരാധനയിലും ക്ഷേത്രങ്ങളിലും വിഗ്രഹാരാധനയിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന് തെളിവാണെന്നാണ് അവർ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിട്ട് മാറിയിട്ട് ഉടനെ പുസ്തകം എഴുതുകയാണ്, നിരീശ്വരനായ ശ്രീനാരായണൻ. ഗുരുവിന് ഈശ്വരവിശ്വാസം പോലും ഇല്ലാതായി എന്നാണ് പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുക. അതിന് ഈ പ്രസ്താവത്തെ ദുരുപയോഗം ചെയ്യുക, മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മലയാളം അറിയുന്നവർക്ക് ആർക്കും ശ്രദ്ധിച്ച് പഠിക്കുമെങ്കിൽ
ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. പ്രധാന വിദ്യാലയം ദേവാലയം വിദ്യാലയമായിരിക്കണം, പണം പിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി എന്ന വാക്കാണ് അവിടുത്തെ ഊന്നൽ. ഗുരുവിൻ്റെ സോഷ്യൽ എൻജിനീയറിംഗ് പാക്കേജിൽ 40 വർഷം നീണ്ട കർമ്മ പദ്ധതിയിൽ ആദ്യത്തെ സ്റ്റേജിൽ ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളുമായിരുന്നു പ്രധാനം. ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളും 83ഓളം ക്ഷേത്രങ്ങളും മഠങ്ങളും ആശ്രമങ്ങളും അടങ്ങുന്ന ഒരു വലിയ ശൃംഖല അങ്ങ് തമിഴ്നാട്ടിൽ കോട്ടാറ് മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇവിടെ മംഗലാപുരത്ത്, അതായത് കർണാടകയിൽ കുദ്രോളി വരെയും എത്തി നിൽക്കുന്ന 83 പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ശൃംഖല, സമാന്തര ശൃംഖല ഇവിടെ സ്ഥാപിച്ച് നൽകി. ക്ഷേത്രങ്ങളോടൊപ്പം സ്കൂളുകൾ വേണമെന്ന് അന്നേ പറഞ്ഞു ഗുരു. അരുവിപ്പുറത്ത് ആദ്യത്തെ പ്രതിഷ്ഠ നടക്കുമ്പോൾ ശിവക്ഷേത്രം, ചരിത്രപ്രസിദ്ധമായ ശിവക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ ഗുരുദേവൻ അവിടെ ഒരു പാഠശാല കൂടി ആരംഭിക്കുന്നു. കൈത്തൊഴിലുകൾ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെയുള്ളതെല്ലാം ചെയ്തിട്ട് താൻ അഡ്രസ്സ് ചെയ്യുന്ന ജനതയെ ദുർദേവ ആരാധനയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളും സഹായിക്കുമെന്ന് മനസ്സിലാക്കി ആരാധനാ സ്ഥലത്തെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ട് ഗുരു പറയുന്നു, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഇനി എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ഹിയർ ആഫ്റ്റർ, ഫ്രം ഹിയർ ഓൺ, ഇവിടം മുതൽ, ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തൻ്റെ സോഷ്യൽ എൻജിനീയറിംഗ് പാക്കേജിലെ ആദ്യത്തെ ഘട്ടത്തിൽ ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളുമായിരുന്നു പ്രധാനമെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ വിദ്യാഭ്യാസമാണ്, വിദ്യാലയങ്ങളാണ് പ്രധാനം എന്ന് ഗുരുദേവൻ പറയുകയാണ്. അത് നിശ്ചയിച്ചുറച്ച ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ പറയുന്നതാണ്, അല്ലാതെ ഇതുവരെ ചെയ്തത് തെറ്റിപ്പോയെന്ന് കരുതിയിട്ടല്ല. ഗുരു സ്ഥാപിച്ച് ഏതെങ്കിലും ക്ഷേത്രങ്ങൾ പൊളിച്ചു കളയാൻ പറഞ്ഞോ? ക്ഷേത്രങ്ങൾ വേണ്ട, ക്ഷേത്രത്തിലും ക്ഷേത്രാരാധനയിലും വിശ്വാസമില്ലാതായെങ്കിൽ പൊളിച്ചു കളഞ്ഞേക്കാൻ പറയണ്ടേ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തെ വിദ്യാലയമാക്കി മാറ്റണമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അതിനെ എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ഈ പ്രസ്താവം വന്നതിന് ശേഷം പറയുന്നുണ്ട്, ആവശ്യമെങ്കിൽ ചെറിയ ക്ഷേത്രങ്ങൾ വെച്ചു കൊടുക്കണം. ഉദ്ദേശം മറ്റൊന്നുമല്ല, തൻ്റെ സോഷ്യൽ എൻജിനീയറിംഗ് പാക്കേജിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ക്ഷേത്രങ്ങളും സ്തോത്രങ്ങളുമായി മുന്നോട്ട് പോയ ഒന്നാം ഘട്ടത്തിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം. പ്രധാന കാര്യം പണം പിരിച്ച് വിദ്യാലയങ്ങൾ ഉണ്ടാക്കുവാനാണ് ഉത്സാഹിക്കേണ്ടത്, ക്ഷേത്രങ്ങൾ പണിയാനല്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഫോക്കസ് ക്ഷേത്രങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് രണ്ടാം ഘട്ടമാണ്. അത് മുൻ നിശ്ചയിച്ച ബ്ലൂ പ്രിൻ്റ് അനുസരിച്ച് തന്നെയാണ് ഗുരു പറയുന്നത്. എന്തിന്? ജനങ്ങൾക്ക് വിദ്യ കൊടുക്കുവാൻ ശ്രമിക്കണം, അത് തന്നെയാണ് അവർ നന്നാക്കുവാനുള്ള മരുന്ന് എന്ന് പറയുന്നു. ഇവിടെ ഇനി എന്നുള്ള വാക്കിനെ വിട്ടിട്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്താലും സത്യം പുറത്ത് വരില്ല. ഇനി എന്ന വാക്കാണ് അവിടുത്തെ കീ വാക്ക്. ഈ സ്റ്റേജിൽ, ഈ ഘട്ടത്തിൽ, ഈ ഹിയർ ഓൺ, ഇവിടെ മുതൽ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. വേറൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇവരീ പറയുന്നത്, ഈ ഇൻ്റർപ്രറ്റ് ചെയ്ത് നടക്കുന്ന ഒന്നും ശരിയല്ല എന്ന് തെളിയിക്കുന്നതിന് ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഗുരു ഈ പ്രസ്താവം ഇറക്കിയതിന് ശേഷവും ഡസൻ കണക്കിന് പുതിയ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രാരാധനയിൽ വിശ്വാസമില്ല, വിഗ്രഹാരാധനയെ ധിക്കരിക്കുന്ന ഗുരുവാണെങ്കിൽ എന്തുകൊണ്ട് പുതിയ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നു? അതൊക്കെ മനസ്സിലാക്കാതെ ചുമ്മാ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ ഗുരുവിൻ്റെ പേരിൽ എക്കാലത്തും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ. ഇവിടെ ഗുരു പറയുകയാണ്, ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പറഞ്ഞാൽ താൻ അഡ്രസ്സ് ചെയ്യുന്ന ജനത സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള ഒരു സമുദായം, ഒരു സംഘമാണ്. അവരുടെ കയ്യിലില്ലാത്ത പണം, വളരെ കുറച്ച് മാത്രമുള്ള പണം പിരിച്ചെടുത്ത് ധാരാളം ക്ഷേത്രങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അത് അങ്ങനെയുള്ള മീഗർ റിസോഴ്സസ് നമ്മൾ വിദ്യാലയങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് ഇനി ക്ഷേത്ര നിർമ്മാണത്തിന് തൽക്കാലം ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ട്
നിലവിലുള്ള ക്ഷേത്രങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ കൂടി തന്നെ സാധിച്ചുകൊണ്ട് നിങ്ങൾ സ്കൂളുകൾ കൂടുതൽ സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്ന ഒരു മിഡ് കോഴ്സ് കറക്ഷൻ, ഒരു മിഡ് കോഴ്സ് ചേഞ്ച്, അത് മുൻ തീരുമാനപ്രകാരമുള്ള ബ്ലൂ പ്രിൻ്റ് പ്രകാരമുള്ള പദ്ധതി തന്നെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അല്ലാതെ ഇവർ പറയുമ്പോഴുള്ള തോന്നിവാസമല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇതിനും പുറത്ത് വിദ്യാഭ്യാസം ഒരു തീർത്ഥാടന ലക്ഷ്യമായി തീരുന്നു, അതും നാം കാണണം. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ വല്ലഭശേവരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും വന്ന് ഗുരുവിനെ പ്രത്യേകമായി കണ്ട് നാഗമ്പടം ക്ഷേത്രത്തിന് പരിസരത്ത് നിൽക്കുന്ന തേന്മാവിൻ ചുവട്ടിൽ ഗുരു വിശ്രമിക്കുമ്പോൾ ഗുരുവിനെ കണ്ട് അവർ തീർത്ഥാടനത്തിന് അനുമതി ചോദിക്കുന്ന ഘട്ടത്തിൽ ഗുരു അതിന് അനുമതി കൊടുക്കുമ്പോൾ അവസാനം അവരോട് ചോദിക്കുന്നുണ്ട്, തീർത്ഥാടനത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. എന്താണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം? പറയൂ എന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ കാണാൻ ചെന്ന ഭക്തന്മാർ ആ നിലയ്ക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം ലോകമെമ്പാടും തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഭക്തി സമ്മർദ്ദകമായ ഒരു ചടങ്ങാണത്. തീർത്ഥസ്ഥാനങ്ങളിലേക്ക് ഉള്ള യാത്രയാണ് തീർത്ഥാടനം. അത് ഭക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അതാണ് ഏകലക്ഷ്യം. അങ്ങനെയുള്ളിടത്ത് പിന്നെ പ്രത്യേക ലക്ഷ്യത്തെക്കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഗുരു ശിവഗിരി തീർത്ഥാടനത്തിന് 8 ലക്ഷ്യങ്ങൾ, അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൈവിരലിൽ എണ്ണിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വര ഭക്തി, ഇങ്ങനെ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. അവിടെ കരകൗശലവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും കൃഷിയും കച്ചവടവും എല്ലാം കടന്നു വരുന്നുണ്ട്, സംഘടനയും ഒക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് ഗുരു നൽകിയിരുന്ന അടിസ്ഥാന പ്രാധാന്യത്തിന് തെളിവാണ് ഒരു തീർത്ഥാടനത്തിലെ ആദ്യത്തെ ഇനമായി ഭക്തിയുടെ സ്ഥാനത്ത് വിദ്യാഭ്യാസം കടന്നു വന്ന് നിന്നു എന്ന് പറയുമ്പോൾ ഭക്തിയും ശുചിത്വവും ഉള്ളിടത്തെ ഈശ്വരഭക്തി വളരൂ എന്ന് ഗുരുവിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ക്രമത്തിൽ അത് പറഞ്ഞു വെച്ചത്. വിദ്യാഭ്യാസം 8 ലക്ഷ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് വരികയാണ്. ചുരുക്കി പറയുമ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നേടുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ബഹുജന സമ്മർദ്ദം അനുദിനം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ 1910 മൈക്കൽസ് എഡ്യൂക്കേഷണൽ കോഡ് വന്നു. അതനുസരിച്ച് 30 വിദ്യാലയങ്ങൾ, സെലക്റ്റഡ് വിദ്യാലയങ്ങളിൽ അവർണർക്ക്, ഈഴവർക്ക് അഡ്മിഷൻ കൊടുക്കാമെന്നൊരു തീരുമാനമുണ്ടായി. അത് സർക്കാർ സ്വീകരിച്ചതായി, ആ മൈക്കൽസ് എഡ്യൂക്കേഷണൽ കോഡ് സർക്കാർ അംഗീകരിച്ചതായി ഓർഡറും ഇറക്കി. ഓർഡർ ഇറക്കി കയ്യടി കിട്ടി ലോകരുടെ എല്ലാം. കാരണം ആദ്യമായിട്ട് ഒരു വലിയ കടമ്പ കടന്നിരിക്കുകയാണ്. അവർണാദികൾക്ക് 30 സ്കൂളിലാണ്, 30 സ്കൂളിൽ വിദ്യാഭ്യാസത്തിനുള്ള അവസരം സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവരും സ്വാഗതം ചെയ്തു. പക്ഷേ സവർണ യാഥാസ്ഥിതിക പക്ഷത്തിൻ്റെ പ്രഷർ നിരന്തരം അവരുടെ മേൽ ചെന്നപ്പോൾ, ഭരണാധികാരികളെ നിർബന്ധിച്ചപ്പോൾ ചുവടൊന്ന് മാറ്റി മറ്റൊരു ഓർഡർ ഇറക്കി. ആദ്യം ഇറക്കിയ ഓർഡർ മൈക്കൽസ് കോഡ്, എഡ്യൂക്കേഷണൽ കോഡ് അംഗീകരിച്ചുകൊണ്ട് അവർണൻ സ്കൂളുകളുടെ അഡ്മിഷൻ നൽകുന്നതാണെന്ന് ഓർഡർ ഇറക്കിയ സർക്കാർ അതിന് ഘടകവിരുദ്ധമായ മറ്റൊരു ഓർഡർ ഉടനെ ഇറക്കുകയാണ്. എന്താണ് ആ ഓർഡറിൻ്റെ കണ്ടന്റ്? വിദ്യാഭ്യാസ സ്ഥാപനം ആരാധന സ്ഥലത്തിനോ രാജകൊട്ടാരത്തിനോ അടുത്തല്ലാതിരിക്കുകയും അവർണരുടെ പ്രവേശനം സമാധാന പ്രശ്നത്തിന് ഇടയാക്കുന്നില്ലെന്ന് ഉറപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയുമാണെങ്കിൽ മാത്രം അവർണരെ പ്രവേശിക്കുന്നതാണെന്ന് കാണിക്കുന്ന മറ്റൊരു ഓർഡർ പുറപ്പെടുവിച്ചു. ഇങ്ങനെ ഒന്നിനു പുറകെ ഘടകവിരുദ്ധമായ മറ്റൊരു ഓർഡർ പുറപ്പെടുവിച്ചുകൊണ്ട് അവർണൻ്റെ അഡ്മിഷനെ പിന്നെയും നീട്ടിക്കൊണ്ടുപോയ ഒരു കാലഘട്ടം ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ ദുര്യോഗം. അതായത് വിദ്യാഭ്യാസ സ്ഥാപനം ആരാധനാ സ്ഥലത്തിനോ രാജകൊട്ടാരത്തിനോ അടുത്തല്ലാതിരിക്കുകയും അവർണരുടെ പ്രവേശനം ക്രമസമാധാന പ്രശ്നത്തിന് ഇടയാക്കിയില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ടെങ്കിൽ മാത്രമേ അവർണർ പ്രവേശിക്കേണ്ടെന്ന് പറഞ്ഞാൽ, ഈ കാരണങ്ങൾ പറഞ്ഞ് ഒരു സ്ഥലത്തും അവർണരെ ഈ 30 സ്കൂളിലും മറ്റേതെങ്കിലും സ്കൂളിലും അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി നടപ്പാക്കിയില്ല. അങ്ങനെ ഘടകവിരുദ്ധമായ ഓർഡർ ഇറക്കിക്കൊണ്ട്, ഒന്നിന് വിപരീതമായത് ഇറക്കിക്കൊണ്ട് സത്യസന്ധമല്ലാത്തൊരു സമീപമാണ് ഭരണകൂടം അവർണൻ്റെ വിദ്യാഭ്യാസ ഉന്നതിക്ക് നേരെ എപ്പോഴും അവലംബിച്ചിരുന്നത്. ഇതിന്
വിപരീതമായി SNDP യോഗം, സാധുജന പരിപാലന സംഘം, ക്രിസ്ത്യൻ മിഷനുകൾ ഇവരെല്ലാം രംഗത്തെത്തി പ്രവർത്തിച്ചപ്പോൾ ബഹുജന സമ്മർദ്ദം ശക്തിപ്പെട്ടു. ഭരണാധികാരികൾക്ക് ഭാഗികമായെങ്കിലും ഇവരുടെ പ്രേരണയ്ക്ക്, ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 2011 സർക്കാരിൻ്റെ പ്ലാനിംഗ് ബോർഡിൻ്റെ രേഖയാണ്. അതിൽ പറയാണ്, കേരള ഹാസ് ബീൻ and remains the most important example in independent India of the power of public action. പൊതുജന സമ്മർദ്ദം കൊണ്ട് പലതും സംഭവിച്ച ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളമെന്ന് കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് സർട്ടിഫൈ ചെയ്യുന്നു. കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ 2011 ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, കേരളം പൊതുജന സമ്മർദ്ദം കൊണ്ട് വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ സോഷ്യലായിട്ടും സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും മറ്റു തലങ്ങളിലും സാംസ്കാരികമായിട്ടുമുള്ള ധാരാളം മാറ്റങ്ങൾ വരുത്തിയതിനൊരു ഒന്നാംകിട ഉദാഹരണമായി കേരളം വിരാജിക്കുന്നുവെന്ന് കേരള ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്, പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ കേരള ഡെവലപ്മെൻറ്റ് 2011 വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ പൊതുജന സമ്മർദ്ദത്തിൻ്റെ ഫലമായി ചെറിയ മാറ്റങ്ങൾ വരുത്തി സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ധാരാളം സ്കൂളുകൾ പുതുതായി പല സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെട്ടു. ക്രിസ്ത്യൻ മിഷനുകൾ സ്ഥാപിച്ച സ്കൂളുകളെല്ലാം പ്രവർത്തനനിരതമായി. ധർമ്മപ്രചാരകർ വീടാന്തരം കയറിയിറങ്ങി ഗുരുവിൻ്റെ പദ്ധതി അനുസരിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയെക്കുറിച്ചും അതില്ലാത്തതിൻ്റെ പോരായ്മകളെക്കുറിച്ചുമൊക്കെ അവരെ ബോധവാന്മാരാക്കിയെന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് മനപരിവർത്തനം വരുത്തി ദൈവവിധിയാണെന്നുള്ള, അതായത് കർമ്മഫല പാപയോനി ദൈവവിധി തിയറി ശുദ്ധ ഭോഷ്കാണെന്നും അതിന് യാതൊരു അടിസ്ഥാനമില്ലെന്നും വിദ്യാഭ്യാസം നേടുവാനുള്ള അവകാശം നിങ്ങളുടെ അടിസ്ഥാന അവകാശമാണെന്നും ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൂടുതൽ അവർണ്ണൻ പഠിക്കാൻ സ്കൂളുകളിലേക്ക് വന്നു തുടങ്ങി. അപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകൾ മുഴുവൻ കുട്ടികളെ കൊണ്ട് നിറഞ്ഞു. SNDP യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ധാരാളം സ്കൂളുകൾ ആരംഭിച്ചു. ഗുരുദേവൻ നേരിട്ട് പണം പിരിക്കാൻ പല തലങ്ങളിലും പദയാത്ര നടത്തി പണം പിരിച്ച് സ്കൂളുകൾ ആരംഭിച്ചു. ഇതെല്ലാം കൂടി വന്നപ്പോൾ വിദ്യാഭ്യാസ അവസരങ്ങൾ അവർണ്ണൻ്റെ മുമ്പിൽ ധാരാളം തുറന്നു കിട്ടി. അപ്പോൾ സർക്കാരിനും കുറേ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു, വഴങ്ങേണ്ടി വന്നു. അങ്ങനെ 1872 ഒരു രേഖയനുസരിച്ച് ഒരു ഈഴവ കുട്ടി പോലും ഇവിടുത്തെ ഒരു സ്കൂളിലും പഠിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് 1872 ഒരു ഈഴവ കുട്ടി പോലും കേരളത്തിലെ ഒരു സ്കൂളിലും പഠിക്കുന്നുണ്ടായിരുന്നില്ല. ആ സ്ഥാനത്ത് 1961 ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ സാക്ഷരതാ നിലവാരം, ഈഴവരുടെ സാക്ഷരത 61%, 0-ൽ നിന്ന് 61% ഉയർന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കേരളം എങ്ങനെ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സവർണർ, ഇവിടുത്തെ ബ്രാഹ്മണ ക്ഷത്രിയ അച്യുതണ്ട് അവരുടെ പിണിയാളുകളും മാത്രം വിദ്യാഭ്യാസമുള്ളവരായാൽ സമ്പൂർണ്ണ സാക്ഷരതയിൽ ഒരു നാട് ഒരിക്കലും എത്തുകയില്ല, ഒരു സമൂഹം ഒരിക്കലും എത്തുകയില്ല. അങ്ങനെയുള്ളിടത്ത് ഈഴവരുടെ സാക്ഷരത 0-ൽ നിന്ന് 1872 ഒരു കുട്ടി പോലും സ്കൂളിൽ ഇല്ലായിരുന്ന ഈഴവ സമുദായം 61% വിദ്യാഭ്യാസോന്നതി നേടി 1961 ആയപ്പോഴത്തേക്കും എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പറഞ്ഞ് കൊളറും പൊക്കി വെച്ച് നടക്കുന്ന ധാരാളം പേരിവിടെയുണ്ട്. അവരെല്ലാം മനസ്സിലാക്കണം, അതിലേക്ക് കേരളത്തെ നയിച്ചത് ഈ ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ അവർണാദികൾക്ക് വിദ്യ നേടുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ വിദ്യ നേടുവാനായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അവരെ മാനസികമായി അവർക്ക് പരിവർത്തനം ഉണ്ടാക്കി അവരെ അതിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി വിദ്യയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുത്തപ്പോൾ കൂടുതൽ ആളുകൾ പഠിക്കാൻ വന്നു. സ്കൂളുകളെല്ലാം വിദ്യാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു.
ക്രിസ്ത്യൻ മിഷനുകൾ സ്ഥാപിച്ച സ്കൂളുകൾ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വന്നു. എല്ലായിടത്തും ഇഷ്ടം പോലെ പഠിച്ചു. കേരളം നവോത്ഥാനത്തിൻ്റെ പാതയിൽ പോയപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവം 1991 പൂവണിഞ്ഞു, സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്നുള്ള സർട്ടിഫിക്കേഷൻ കേരളത്തിന് കിട്ടി. ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മളിവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. ഇതിനടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്തത്, ഇതിൻ്റെ കരുവായത്, ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രാധാന്യമുള്ള ഘടകം കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ആരായിരുന്നുവെന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് രാജഭരണമല്ല എന്ന് നമ്മളതിനെ എഴുതി തള്ളി, പൂർണ്ണമായും എഴുതി തള്ളി. 1951 മുമ്പേ കേരളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി രേഖപ്പെടുത്തിക്കൊണ്ട് വളരെ ഉന്നതമായ ഒരു നിലയിൽ 47% സാക്ഷരത രേഖപ്പെടുത്തിയിരുന്നുവെന്ന് നാം കണ്ടു. അതിൽ നിന്ന് നാം മനസ്സിലാക്കിയത് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ആരംഭം 1951 മുമ്പ് ആരംഭിച്ചതാണ്. അതിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ അവിടെ രാജാക്കന്മാരുടെ പങ്ക് നിസ്സാരമോ ശൂന്യമോ ആയിരുന്നു എന്ന് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 1951 മുമ്പ് സക്രിയമല്ലായിരുന്നുകൊണ്ട് അവർക്കിതിലൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അവരല്ല ഇതിന് അടിസ്ഥാന പ്രധാനമായിട്ടുള്ള കരുവായത് എന്ന് നാം കണ്ടെത്തുന്നു. പിന്നെ ഇതിലേക്ക് കേരളത്തെ നയിച്ച ഘടകങ്ങൾ ഏതെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ കണ്ടു. ഗുരുവിൻ്റെ ബൃഹത്തും സമഗ്രവുമായ കർമ്മ പദ്ധതി നമ്മൾ കണ്ടു. 40 വർഷം നീണ്ട കർമ്മ പദ്ധതി. ലോകോദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഗുരു നിരന്തരം മുഴുകിയ ആ കാലഘട്ടം നമ്മൾ പഠിച്ചു. ഒപ്പം ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൻ്റെ ചുവട് പിടിച്ചിവിടെ ആരംഭിച്ച സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളുടെ ഈ വിഷയത്തിലുള്ള പങ്ക് നമ്മൾ കണ്ടെത്തി. അതിനെല്ലാം മകുടം ചാർത്തിക്കൊണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് സാർവത്രിക വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് പോകാൻ കേരളത്തിന് അടിസ്ഥാന പ്രാധാന്യമുള്ള ഒരു കാര്യം ചെയ്തു വെച്ച ക്രിസ്ത്യൻ മിഷനുകളെ നമ്മൾ കണ്ടു. ഇതൊക്കെ പറയുമ്പോൾ ജനാധിപത്യ ഭരണക്രമത്തിന് 1951 ശേഷം അധികാരത്തിൽ വന്ന ഇടതും വലതുമായ ഇവിടുത്തെ ഭരണവർഗത്തിന്, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ലെന്നല്ല പറയുന്നത്. 1956 ഐക്യകേരളം നിലവിൽ വന്നു. ഐക്യകേരളം നിലവിൽ വന്നതിന് ശേഷം ഇവിടെ ആദ്യത്തെ എലക്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. പിന്നെ ഇവിടെ മാറി മാറി ഭരണം വന്നുകൊണ്ടേയിരുന്നു. ഈ ഭരണകർത്താക്കളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുജന സമ്മർദ്ദം ഭരണാധികാരികളുടെ ഭരണചക്രത്തിന് മുകളിൽ വലിയ പ്രേരണയായി മാറിയപ്പോൾ അവർക്ക് നിഷ്ക്രിയരായിരിക്കാൻ പറ്റുമായിരുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി. അവർ കൂടുതൽ തുക വകയിരുത്തിക്കൊണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പൊതുജന സമ്മർദ്ദത്തെ മാനിച്ച് വേണ്ടത് ചെയ്യാൻ തയ്യാറായപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരതയിലെത്തി 1991. അങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വിപ്ലവം രൂപപ്പെട്ടതും അത് ഒരു തലത്തിലെത്താൻ ഇടയായത്. ഇത് മനസ്സിലാക്കാതെ കേരള നവോത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതിനെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചതുകൊണ്ടൊന്നുമില്ല. ചരിത്ര സത്യങ്ങളെന്ന് വളരെ വ്യക്തമായി നിരവധി പഠനങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതിന് ശരിക്കും ട്രിഗറായി ഒരു കീയായി വർദ്ധിച്ചത് ശ്രീനാരായണ ഗുരുദേവനും ഗുരു ആവിഷ്കരിച്ച കർമ്മ പദ്ധതികളും ഗുരു സ്ഥാപിച്ച SNDP യോഗം പോലുള്ള സംഘടനകളും SNDP യോഗത്തെ അനുകരിച്ച് ഇവിടെ ആരംഭിച്ച മറ്റ് സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനങ്ങളും ക്രിസ്ത്യൻ മിഷനുകളുമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മറ്റാരുമല്ല. ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ 1951 ശേഷം മാത്രം അധികാരത്തിൽ വന്നവർ ഇവിടുത്തെ പൊതുജന സമ്മർദ്ദത്തെ മാനിച്ച് വിദ്യാഭ്യാസ ഉന്നതിക്ക് ഉതകുന്ന പല കാര്യങ്ങളും ചെയ്യാനിടയായതിൻ്റെ ഫലമായി വിദ്യാഭ്യാസ വിപ്ലവം ക്രമേണ പുരോഗമിച്ച് 1991
കേരളം സമ്പൂർണ്ണ സാക്ഷരത പ്രാപിക്കായിരുന്നു. വിദ്യാഭ്യാസ വിപ്ലവം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതനുസരിച്ച് വിദ്യാഭ്യാസ വിപ്ലവം സാക്ഷരതയുടെ തലത്തിൽ നാം സമ്പൂർണ്ണ വിദ്യാഭ്യാസം നേടി. പക്ഷേ ഇനി ഉന്നത പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സമത്വമില്ല. അത് നേടിയെടുക്കാൻ അടുത്ത ഘട്ടം പരമപ്രധാനമായ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. അത് നേടിയെടുക്കേണ്ടത് ഈ നൂറ്റാണ്ടിലാണ്. അതിനെ പരാജയപ്പെടുത്താൻ, അത് സംഭവിക്കാതിരിക്കാൻ, വിദ്യാഭ്യാസ വിപ്ലവത്തെ പാളം തെറ്റിക്കുവാൻ, കേരള നവോത്ഥാനത്തെ വഴിതെറ്റിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ ഇവിടെ ഒരു പ്രതിവിപ്ലവം നടക്കുന്നു എന്നുള്ളതാണ് നാം ഇതിൻ്റെ അവസാന ഭാഗത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നാം കടക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇത്രയും പറയുമ്പോൾ വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ വേരുകൾ എവിടെ കിടക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അവിടെ നമ്മളെ തന്നെ കണ്ടു, ശ്രീനാരായണ ഗുരുവിനെ കണ്ടു, SNDP യോഗത്തെ കണ്ടു, സാധീജന പരിപാലന സംഘത്തെ കണ്ടു, അതുപോലെയുള്ള പരിവർത്തന പ്രസ്ഥാനങ്ങളെ കണ്ടു, ക്രിസ്ത്യൻ മിഷനുകളെ കണ്ടു. രാജാക്കന്മാരെ കണ്ടില്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അത് പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. കാരണം അവരതിൻ്റെ അടിസ്ഥാന കാരണമല്ല. ഇത്രയും കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.